ഹലോ, എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച നേരുന്നു. ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലുകൾ, ഞായറാഴ്ച അല്ല, ഒഴിവ് ദിവസമല്ലേ. അപ്പോൾ രാവിലെ നമ്മൾ മസാലക്കറി, ദോശ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ഫുഡ് അതാണ് കേട്ടോ നമ്മുടെ. കണ്ടു, ദോശ മസാലക്കറി. എല്ലാവരും എഴുന്നേറ്റ് വരണേ ഉള്ളൂ. ഞായറാഴ്ച ആയ കാരണം എല്ലാവർക്കും മുടക്കാണല്ലോ. എല്ലാവരും പതുക്കെ എഴുന്നേറ്റ് വരുന്ന, എല്ലാവർക്കും എഴുന്നേറ്റ് വരുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കിയിട്ട് വെക്കുകയാണ്. നമുക്കിന്ന് ബിരിയാണിയാണ്. ഞാൻ അതിലേക്ക് 1.5 കിലോ അരി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ മല്ലിയില, പിന്നെ നെയ്യ്, ഡാൽഡ, അതിലേക്കുള്ള മസാലകൾ, പിന്നെ ചിക്കൻ, ഇതൊക്കെയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ചോറ് വേവിച്ച് അതിലേക്കുള്ള ഈ ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടി അത് കഴിഞ്ഞിട്ടാണ് ചിക്കൻ റെഡിയാക്കുള്ളൂ. ലാസ്റ്റാണ് നമ്മൾ ചിക്കൻ റെഡിയാക്കുന്നത്. ഉച്ചയ്ക്ക് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഫുഡ് ബിരിയാണിയാണ് കേട്ടോ. റൈസ് റെഡിയാണ്. ആ റൈസിലേക്ക് ഇനി നമ്മൾ അതിലത്തെ ചേരുവകൾ ചേർക്കുകയാണ്. നമ്മൾ കുറച്ച് പൈനാപ്പിൾ എസൻസ് ആണ് ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് എടുത്തിട്ട് ഇതിൻ്റെ അത് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യും. ആ പൈനാപ്പിൾ എസൻസ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഇനി അതിലേക്കുള്ള മിക്സ് ചെയ്യാനുള്ള സാധനങ്ങളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇത് അതിലേക്ക് ആവശ്യമായ മസാല: പെരിഞ്ചീരകം, കറുവപ്പട്ട, ഗ്രാമ്പു എല്ലാം കൂടിയുള്ള മസാലയാണ്. ഇത് ചെറി കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തത്, വറുത്തതാണ്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി. ചിലർക്ക് ചിലപ്പോൾ ഈ ടൂട്ടി ഫ്രൂട്ടി ഇഷ്ടാവില്ല, ചെറിയ ഇഷ്ടാവില്ല. പക്ഷെ നമുക്കിപ്പോൾ എല്ലാവർക്കും പൊതുവെ ഇഷ്ടം ഉണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില സബോള വറുത്തതാണ്. നമ്മുടെ ബിരിയാണി റെഡിയായി. ഇനി ഞാൻ ചിക്കൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ചിക്കൻ ആയതിനു ശേഷം അപ്പം നമ്മൾ ഉച്ചക്കലത്തെ, രാവിലെ നമ്മൾ മസാല ദോശ, ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി കേട്ടോ. ഇന്നത്തെ ദിവസമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ബിരിയാണി റെഡി. ഇതിൻ്റെ മേലെ ഇത്തിരി നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടാ. ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ്. ചിക്കൻ ഇവിടെ റെഡിയായി. പിന്നെ ഇവിടെ ബിരിയാണി റെഡി ആയിട്ടിരിക്കുന്നു. പിന്നെ അതിലേക്ക് ആവശ്യമായ സർലാസ് ഇതുണ്ടാക്കിയത് സതീഷ് ഏട്ടനാണ്. ബിരിയാണി, സർലാസ്, ഞങ്ങളുടെ ഇന്നത്തെ ചിക്കൻ കറി. അപ്പം ടുഡേ സ്പെഷ്യൽ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ബിരിയാണിയാണ്. ഓക്കെ, 4 മണിക്ക് നമുക്ക് ചായക്ക് സ്നാക്സ് നെയ് കേക്കാണ്. അപ്പോൾ ഇന്ന് 4 മണിക്കത്തെ ചായക്ക് ഇതാണ് കേട്ടോ. നമ്മുടെ വൈകുന്നേരത്തെ ഫുഡാണ്. വൈകുന്നേരം നമുക്ക് ഗ്രീൻ ബീൻസ് കറി, പിന്നെ മുട്ട ഓംപ്ലേറ്റ്, ചോറ്, ചപ്പാത്തി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പകുതി കുട്ടികൾ ചോറും പകുതി കുട്ടികൾ ചപ്പാത്തിയും കഴിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ടാണ് ചോറും ചപ്പാത്തിയും കാണും. ഇനിയിപ്പോൾ ചപ്പാത്തി ചൂടണം കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഫുഡാണ് നിങ്ങൾക്ക് ഞാനിന്ന് പരിചയപ്പെടുത്തിയത്. അപ്പം എല്ലാവരും
ഞങ്ങളുടെ ഇന്നത്തെ ഫുഡൊക്കെ കണ്ടുല്ലോ. ഒരു ദിവസം നമ്മൾ ഇങ്ങനെ രാവിലെ തൊട്ട് ആരംഭിക്കുന്നത് ഇട്ടുമെന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഗീത ടീച്ചർ ആൻഡ് ലിച്ചൂസ് യൂട്യൂബ് ചാനലിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച. ഗുഡ് നൈറ്റ്. ഇപ്പോൾ രാത്രിയായില്ല, അതാണ് ഗുഡ് നൈറ്റ് പറയുന്നത് കേട്ടോ. ഓക്കെ.